ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഫ്രീ ആയിട്ട് എങ്ങനെ സൊളാന കിട്ടുന്നുള്ള ഒരു ട്രിക്കാണ്. ട്രിക്ക് മീൻസ് ഇത് ഓൾറെഡി ഉള്ള ഒരു സംഭവമായിരുന്നു, ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ പുതിയതായിട്ടുള്ള ആളുകളാണ് കാണുന്ന ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഫാൻറ്റം വാലറ്റ്, അതായത് സൊളാന വാലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട ഒരു ട്രിക്കാണ്. മീൻസ് ഇത് പുതിയതായിട്ട് ഫാൻറ്റം വാലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ചിലപ്പോൾ വർക്കിംഗ് ആവില്ല. കാരണം ട്രേഡ് ചെയ്തിട്ടുള്ളവർ, അതായത് പണ്ട് മുതലേ, പണ്ടെന്നല്ല, നിങ്ങൾ ഫാൻറ്റം വാലറ്റ് യൂസ് ചെയ്തിട്ട് ഏത് മീം കോയിനുകളായിക്കോട്ടെ ടോക്കണുകളായിക്കോട്ടെ ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴെ പോയി ചെയ്ത് പോയി അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് ഡസ്റ്റ്, അതായത് $0.1 പോലും വാല്യൂ ഇല്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു വാലറ്റ് ഉണ്ട്, പഴയ വാലറ്റാണ്, ഞാൻ ഈ അടുത്താണ് അറിഞ്ഞതിനെ പറ്റി. അപ്പോൾ ആ പഴയ വാലറ്റ് ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിൽ കണ്ടില്ലേ, വാല്യൂ പോലും ഇല്ലാത്ത കുറേ കോയിനുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനും വാല്യൂ പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സോൾ ഇൻസിനേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് സൊളാനോർ തന്നെ ടോക്കൺ ബേൺ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എൻ്റെ ഫാൻറ്റം വാലറ്റ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കുറേ ഡസ്റ്റ്, അത് കണ്ടില്ലേ, 0.01 പോലും വില, അതുപോലും വിലയില്ല. പിന്നെ വാല്യൂ പോലും കാണിക്കാത്ത കുറേ ടെസ്റ്റുകൾ ഇതിൽ പണ്ട് മുതലേ ഞാൻ ട്രേഡൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതൊരു ഗുണമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വാലറ്റ് ഉള്ളവർ ആദ്യം നമ്മുടെ ബ്രൗസറിൽ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകുക. അതിനുശേഷം കണക്ട് വാലറ്റ് കൊടുക്കുക. നമ്മുടെ ആ ഒരു വാലറ്റ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ലോഡിങ് കാണിക്കും. അതായത് നമ്മുടെ ഈ വാലറ്റിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ട് ഏതൊക്കെ ടെസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ ഇവർ ഇവിടെ NFT സെക്ഷനിലൊക്കെ സ്കാനിങ് നടത്തും. ഇപ്പോൾ NFT കളൊന്നുമില്ല, CNFT എന്ന് പറഞ്ഞിട്ടൊരു കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ടോക്കൺസിൽ വരിക, നിങ്ങൾ ടോക്കൺസിൽ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ബാലൻസ് നിങ്ങൾ ബൈ ചെയ്ത് വെച്ചിട്ടുള്ളതൊന്നും ബേൺ ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് മാത്രമാണ് ബേൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ലാത്ത ഏതൊക്കെയാണ് കാണുന്നത് അതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരെണ്ണം എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യാണ്. എൻ്റെ ഈ ഒരു വാലറ്റിൽ ഒന്നുപോലും ഇല്ല ക്യാഷ് കൊടുത്ത് ഞാൻ മേടിച്ചത്, പഴയ എൻ്റെ വാലറ്റാണ്. അപ്പോൾ ഇതിൽ കുറേ ഡസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു $1 വർത്ത് വരുന്ന ഒരു സൊളാന മാത്രം ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ടോക്കൺ എനിക്ക് ബേൺ ചെയ്യുമ്പോൾ 0.002 സൊളാന എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് $0.5 എബോവ്, $0.6 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വാല്യൂ കൂടിയതിന് കൂടുതൽ റിവാർഡ് അങ്ങനെയൊന്നുമില്ല, ഏത് കൊടുത്താലും എല്ലാത്തിനും ഈക്വലാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ 0.004 സൊളാന എനിക്ക് ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ബേൺ ചെയ്യാൻ വളരെ നിസ്സാര ഫീ ഉള്ളൂ. എൻ്റെ ഈ ഒരു വാലറ്റിൽ കുറേ ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട് സൊളാന. ഞാൻ കുറച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ 0.018 ഏകദേശം $4 വർത്ത് വരുന്ന സൊളാന എടുക്കുന്നുണ്ട്. ആകെ ഇതിൽ $1 താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇതിലോട്ട് ഇട്ടതാണ്. കുറച്ചെണ്ണം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിവാർഡുകളാണിത്. അപ്പോൾ ഞാൻ ഇതിൽ രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാലൻസ് ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ 0.018 എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ 0.004 കിട്ടുന്നുണ്ട്. ഒരെണ്ണത്തിന് എന്തായാലും നമുക്ക് 0.002 കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര എണ്ണമാണ് സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ ഒരെണ്ണത്തിന് 0.002 വെച്ചിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ആവും. അപ്പോൾ ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ 0.004 ഇവിടെ. അതിന് മുന്നേ ഇവിടെ ലൈറ്റ് പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോയിലോട്ട് മാറ്റിയിട്ടാലാണ് ഇവിടെ കോയിൻസുകളൊക്കെ വിസിബിളായി കാണിക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഫുള്ളാക്കി ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളാക്കി ഇടാം. അപ്പോൾ അത് വാല്യൂ അനുസരിച്ച് നമ്മുടെ ഒരു ബാലൻസ് ഉള്ള വാല്യൂ ഞാനിവിടെ ഫുള്ളാക്കി ഇടണമെങ്കിൽ ഇവിടെ ഫുള്ളാക്കി ഇടാം. കാരണം എൻ്റെ ഞാനിവിടെ ഒന്നും പേഴ്സണലായിട്ട് മേടിച്ച് ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോയിനുകളൊക്കെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ വാലറ്റിൽ ഒന്നുമില്ല, ഞാൻ മേടിച്ചിട്ടുള്ള ഒന്നുമില്ല, പഴയ വാലറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓൾ കൊടുത്തത്. പക്ഷേ ഞാൻ ഓരോന്നോരോന്നൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ട് ബേൺ കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അവരുടെ കൺഫർമേഷൻ വരും. നോക്കിക്കുക, നെറ്റ്വർക്ക് ഫീ നോക്കിക്കുക, 0.00001 ആണ്. അതായത് ഡോളറിന് ഒരു വാല്യൂ പോലും ഇല്ലാത്ത അത്രയും നിസാര ഫീയേ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഇത് ഞാൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 0.004 സോൾ കിട്ടുന്നത്. അതായത് രണ്ട് ടോക്കൺ അവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് 0.002 വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കൺഫേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൊളാന നെറ്റ്വർക്ക് നിങ്ങൾക്ക് അറിയാം, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ തീർന്നു. ചില സമയത്ത് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ രണ്ടെണ്ണം എനിക്കിവിടെ ബേൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വാലറ്റിൽ വന്നിട്ട് എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, 0.022 വന്നിട്ടുണ്ട്. ഏകദേശം 0.018 ആയിരുന്നു. അപ്പോൾ 0.004 ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടോക്കൺ ബേൺ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു റിവാർഡാണ്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട. അതായത് പണ്ട് മുതലേ ഫാൻറ്റം വാലറ്റ് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനി ഇപ്പം മുതൽ യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, കുറേ ട്രേഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡസ്റ്റ് നമ്മുടെ ബൈനാൻസിലൊക്കെ ഡസ്റ്റ് BNB ആക്കാൻ പറ്റുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഒരു വാല്യൂ പോലും ഇല്ലാത്ത സാധനത്തിന് വരെ നമുക്ക് $0.5 എബോവ് വർത്ത് വരുന്ന സൊളാന കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബേൺ മോർന്ന് കൊടുത്തിട്ട് ഇവിടെ ഉള്ളതൊക്കെ ഞാനിവിടെ ചില ഫ്രോസൺ ടോക്കൺ ഉണ്ടാവും, ചെയ്യാൻ പറ്റില്ല. അത് ഫ്രീസ് ആയിട്ടുള്ള ടോക്കൺസുകളാണ്, അത് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് പോവാണ്. 65 ടോക്കണോളം ഇതിലിങ്ങനെ ഡസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെലക്ട് ഓൾ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഞാൻ സെലക്ട് ചെയ്തത്. പണ്ടത്തെയാണ് ഞാൻ ട്രേഡ് പണ്ടൊക്കെ ചെയ്ത് കുറേ ഫെയിൽ ആയതിൻ്റെയൊക്കെ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇത്രയും സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നോക്കിയാൽ 0.1140 കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു NFT എന്തോ കിടക്കുന്നുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒന്നുകൂടി സെലക്ട് ഓൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ കുറച്ചെണ്ണമൊക്കെ NFT സെലക്ട് ആയെന്ന് തോന്നുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ താഴെ സെലക്ട് ഓൾ കിടക്കുന്നുണ്ട്, ഇതും കൊടുത്ത് നോക്കി നോക്കട്ടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാ 0.122 ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഞാൻ നോക്കണം. എനിക്ക് $31 കണ്ടില്ലേ, $31 എനിക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ഒരു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റിവാർഡ് ബേൺ ചെയ്ത് കിട്ടുന്ന പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞാൻ എന്താ ബേൺ കൊടുത്തിട്ടുണ്ട്, കൺഫേം കൊടുക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ആ ഒരു ഫീ നമുക്കൊന്ന് ജസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫീ കൂടിയൊന്നും നോക്കി നോക്കട്ടെ. ഞാൻ കുറേ ടോക്കണുകളുടെ മുകളിൽ കാണിച്ചിട്ടുണ്ട്, എനിക്ക് എത്രത്തോളം സൊളാന കിട്ടുന്നത് ഞാൻ മുകളിൽ നോക്കിയിട്ടില്ല. ഇത് അവിടെ സൊളാന ഇത്രയും കിട്ടുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ബേൺ ചെയ്യാൻ പോകണം, നമ്മൾ കൺഫേം കൊടുക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അധികം ടോക്കൺസ് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഞാൻ ഓരോന്നോരോന്ന് കൊടുത്ത് ടെസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു ഇത്ര നേരം. ബേണിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ഇങ്ങനെ ഓരോന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓരോന്നിൻ്റെ വാല്യൂം കാര്യങ്ങളൊക്കെ വന്നിട്ട് എടുത്തിട്ടുള്ളതിൻ്റെ. അപ്പോൾ ഞാൻ ഇതാ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കാണ്ട് ഗൈസ്. കണ്ടില്ലേ 37.31 സൊളാനയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ മോനെ ഇതൊരു വേറെ ലെവല് ഒരു എന്താ പറയുക ട്രിക്കായി പോയിട്ടാണ്. ട്രിക്ക് മീൻസ് ഇത് ടിപ്പായി പോയി എനിക്ക്. ഇത് ഈ ഇപ്പം തന്നെ കുറച്ച് മുന്നേ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയി. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്കിംഗ് ആണ്, അപ്പോൾ വേഗം തന്നെ വീഡിയോ ചെയ്യുന്ന വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്നുകൂടി ബേൺ മോർ കൊടുത്ത് നോക്കിക്കോട്ടെ, വേറെ വലുത് ഇവിടെ ഹൈഡായി കിടക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ ഓക്കെ ഇനിയുള്ളത് ഫ്രോസൺ ടോക്കണുകളാണ്. അത് ഫ്രോസൺ ടോക്കൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ CNFT നോട്ട് കുറച്ച് കാണിക്കുന്നുണ്ട്, ഇത് ഞാൻ സെലക്ട് ഓൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബേൺ ചെയ്യണേ എനിക്ക് ക്യാഷ് ഒന്നും കിട്ടില്ല എന്ന രീതി കാണിക്കുന്നുണ്ട്. എനിക്ക് ടോക്കൺസിന് മാത്രം തന്നെ കിട്ടുള്ളൂ, NFT-ലും ഇല്ല. CNFT-ലാണ് കുറേ കിടക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഡൊമൈൻസ് ക്ലീനപ്പ് ഇവിടെ എന്താ ഗായ്സ്, ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ക്ലീനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. എനിക്ക് ഇത്രയും സൊളാന കിട്ടുന്നതാണോ കാണിക്കണേന്ന് അറിയില്ല. ഇനി കഴിഞ്ഞാൽ കൺഫേം കൊടുക്കുകയാണ്. ഇതെന്താണ് നടക്കുന്നതെന്ന് അറിയില്ല ഈ സംഭവത്തിൽ വന്നിട്ട്. ഇനിയുള്ള കാശൊക്കെ പോകുമെന്നും അറിയില്ല. എനിവേ ഞാൻ ആ ഓപ്ഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ക്ലീനപ്പ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഒരുവിധം എല്ലാ ടോക്കൺസും NFT-കളും ഇവിടെ ബേൺ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ ഒരു കോയിൻസിഡൻസ് നടന്ന പോലെയാണ് തോന്നുന്നത്. ഇത് ഞാൻ ഈ ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ 58 എണ്ണം ബേണിംഗ് എന്ന് കൊണ്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ബേണിംഗ് നടന്നുണ്ട്. വേറെ കുറേ റിവാർഡ് എനിക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല. അതൊന്നുകൂടി സീരിയസ് ആയിട്ട് നോക്കേണ്ടി വരും. ഇതിന് ശേഷം ഞാൻ LP-ലോട്ടൊന്ന് കയറി പോകുന്നുണ്ട്. LP-ലും ഇതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണ ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് ഒരു കാര്യം ചെയ്യാണ്, നമുക്ക് എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് യൂസ് ലെഡ്ജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്ലീനപ്പ് കൊടുക്കുകയാണ്. സെറ്റിങ്സിൽ വന്നിട്ട് ഹൈ പ്രയോറിറ്റിയാണ് സംഭവം. എനബിൾ G2 വെരി ഹൈ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഹൈ കൊടുക്കുന്നുണ്ട്. നോക്കി നോക്കാനും വേണ്ടി മാത്രം ഒരു ടെസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടി സെറ്റിങ്സിൽ ഞാൻ പ്രയോറിറ്റി ഒന്ന് കൂട്ടിയിട്ടുന്നുള്ളൂ. കൺഫേം കൊടുക്കണം. ഇത് നമ്മൾ വീഡിയോയിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനത് പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഓക്കെ, ഇത്രയും സോളാന കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ഇനി കൺഫേം കൊടുത്ത് നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഫീ കൂടുതൽ കൊടുക്കുമ്പോൾ, അതായത് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതെൻ്റെ ഈ വാലറ്റ് ഒരു ടെസ്റ്റ് വാലറ്റാണ്. നിങ്ങളുടെ മെയിൻ വാലറ്റുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ രീതിയിലും നല്ലത് ശ്രദ്ധിക്കുക. ഇത് ഞാൻ ടെസ്റ്റുകൾ മാത്രമായിട്ടുള്ള ഒരു വാലറ്റ് ആയതുകൊണ്ടാണ് ഒന്നും നോക്കാണ്ട് മൊത്തം ക്ലീനപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടോക്കൺസിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മാത്രം ഡെസ്റ്റായി കിടക്കുന്നത് മാത്രം സെലക്ട് ചെയ്തിട്ട് ബേൺ ചെയ്ത് കളയുക. അപ്പോൾ ഇവിടെ എററാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഇതെന്തോ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എനിവേ എൻ്റെ ബാലൻസിന് ചേഞ്ചസ് തോന്നുന്നുണ്ടോ? എൻ്റെ മോനെ എൻ്റെ ബാലൻസ് ചേഞ്ച് ചെയ്ത്, ഇത് അൺഎക്സ്പെക്റ്റഡ് കേസാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1.09 സൊളാനയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ വേറെ ലെവല്. ഇത്രയും സൊളാനൊക്കെ ഇതിലുണ്ടായിരുന്ന ഇത് ഡസ്റ്റ് മീൻസ് ഏതൊക്കെയോ NFT-കൾ. ഇത് ഞാൻ മേടിച്ചിട്ടുള്ള പഴയ നല്ല എൻ്റെ മെയിൻ അസറ്റുകളൊന്നുമല്ല. ഇത് ഒരു പരീക്ഷണത്തിന് വേണ്ടി പണ്ട് ഗെയിം കളിക്കുന്ന പോലെ കുറേ കോയിനുകൾ മേടിച്ചിട്ട് പരീക്ഷിച്ച സാധനമാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, കാരണം ഇതിൻ്റെ വാല്യൂസൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു കൊച്ചു ലോകത്ത് എന്ന് പറഞ്ഞ പോലെ. എന്തായാലും എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കൊടുക്കുകയാണ് ഓപ്ഷൻസ്. സെറ്റിങ്സിൽ ഹൈ ഒക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഇവിടുത്തെ ഹൈ നമുക്ക് പ്രയോറിറ്റി, ട്രാൻസാക്ഷൻ പ്രയോറിറ്റി കുറച്ച് കൂടുതൽ കസ്റ്റം കൊടുക്കുന്നില്ല. ഓക്കെ, ഇതേപോലെ തന്നെ പോട്ടെ, ഒന്നുകൂടി പോട്ടെ. ഓക്കെ, ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല, എററാണ്. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് ബാക്ക് പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാനൊന്ന് പേജ് റീഫ്രഷ് ചെയ്തിട്ട് ഡിസ്കണക്ട് വാലറ്റ് ഒന്ന് കൊടുത്ത് നോക്കുന്നുണ്ട്. ഒന്നുകൂടി കണക്ട് വാലറ്റ്, ഈ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നിനും കണക്ട് ചെയ്യുമ്പോൾ കണ്ടില്ല ഇവർ സ്കാൻ ചെയ്യും. നമ്മുടെ വാലറ്റ് സ്കാൻ ചെയ്യാനാണ് ഈ സോൾ ഇൻസിനേറ്റർ. ഓക്കെ, അതിനുശേഷം എന്താ വീണ്ടും ക്ലീനപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനപ്പിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വിധം ക്ലീൻ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇത് എന്തായാലും CNFTs ആണ്. സെലക്ട് ഓൾ കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഓക്കെ, ക്ലീനപ്പ് ഒരു വിധം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നടക്കില്ല, ഒരു വട്ടം തന്നെയാണ് നടക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഒന്ന് നോക്കിയോട്ടെ. ഇതിൽ ടോക്കൺസുകൾ കാണിക്കുന്നില്ല. ഇതിൽ ടോക്കൺസ് സ്റ്റിൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ അൺനോൺ സെലക്ട് ഓൾ കൊടുക്കണു, യെസ് കൊടുക്കണു. 0.05 ഇത് അൺനോണിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എല്ലാം സെലക്ട് ഓൾ കൊടുത്തിട്ടുണ്ട്, യെസ് കൊടുത്തിട്ട് ഒന്നുകൂടി കൊടുക്കണം ഓപ്ഷൻ ക്രിയേറ്റിംഗ് ട്രാൻസാക്ഷൻ പ്ലീസ് വെയിറ്റ് ഇഫ് യു ആർ ബേണിംഗ് CNFTs. ഓക്കെ, നമ്മൾ CNFTs ആണ് അൺനോൺ നമ്മൾ ബേൺ ചെയ്ത് കളയുന്നത്. ഇത് നിങ്ങൾ മെയിൻ വാലറ്റ് ദയവ് ചെയ്ത് ചെയ്യല്ല. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്,
ഇത് സൂക്ഷിച്ച് കളിക്കേണ്ട കളികളാണ്. ഇത് നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ ഒരു ഫാൻറ്റം വാലറ്റ് ഉണ്ട് അതിലൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഗെയിം കളിക്കുക. മീൻസ് ഗെയിമല്ല, അതിൽ മുന്നേ ഇതുപോലെ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം മാത്രം ഇതിങ്ങനെ ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ മെയിനായിട്ടുള്ള കുറേ ഫണ്ടുകളൊക്കെ പണ്ട് മേടിച്ചിട്ട് നല്ല വില കൂടിയതൊക്കെ കണ്ടിട്ട് അത് പോയൊന്നും ബേൺ ചെയ്യല്ലേ. ദയവ് ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുക പോർട്ട്ഫോളിയോയിൽ. ഓക്കെ, ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും എല്ലാം ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. കൺഫേം കൊടുത്തത്. ഓ, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അതും സക്സസ് ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓ എൻ്റെ മോനെ, വീണ്ടും ഇത് കയറി. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വാലറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പഴയ ഇനി വേറെ വല്ല വാലറ്റ് ഉണ്ടോ എന്നും കൂടി നോക്കി നോക്കണം. ഇനി ഇത് എന്തായാലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാര്യങ്ങൾ. ഞാനത് ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്യേണ്ട, മീൻസ് അത് മൊത്തം പഠിച്ചിട്ട് വീണ്ടും നോക്കിയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ ഇടയിൽ വിചാരിച്ചത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ ഇടയിൽ. പക്ഷേ വേണ്ട, എന്തായാലും ഇത് ആവശ്യമില്ലാത്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ പണ്ട് മേടിച്ചിട്ട് നല്ല സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. പേജ് റീഫ്രഷ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, എൻ്റെ കണക്റ്റ് വാലറ്റ് കൊടുത്ത് നോക്കിയോക്കാം. ഓക്കെ, നേരത്തെ 700, ഓക്കെ 94 ഐറ്റംസ് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ 700 ആയിരുന്നു, അപ്പോൾ കുറവ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫ്രോസൺ ടോക്കൺ മാത്രമേ ഉള്ളൂ, ഇനി ഒന്നുമില്ല. ക്ലീൻ അപ്പ് കഴിഞ്ഞു. യെസ്, അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രയും അധികമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് വാല്യൂസ് ഒന്നുമില്ല. ഇതൊക്കെ ഇത് മറ്റേ CNFTs, ഇത് സ്കാമിംഗ് ആണ്. ഇത് സ്കാം ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഫ്രോസൺ ടോക്കണുകൾ അവരായിരിക്കും. നമ്മളത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പണി പോടും. അപ്പോൾ അത് അങ്ങനത്തെ സാധനങ്ങളാണ്, അതിനൊന്നും വാല്യൂ ഇല്ല. അത് ബേൺ ചെയ്യാനും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബേണിങ്ങിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ബേൺ കൊടുക്കുമ്പോൾ വല്ല വാല്യൂ കാണിക്കുന്നുണ്ടോ നോക്കി നോക്കാം. നമുക്ക് നോക്കി നോക്കാം, എന്തെങ്കിലും വല്ല വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഫീ ഇത്രയും പോകുന്നുണ്ട് ഫീ. അപ്പോൾ ചെറിയൊരു ഫീ അല്ല, പോട്ടെ. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്. ഓക്കെ, ടോട്ടൽ ക്ലെയിംഡ് 0.00. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ബേൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ നടന്നില്ല, റിവാർഡൊന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ഒരു കേസായി പോയിട്ടുണ്ട്. 301 ഉണ്ടായിരുന്നു, ചെറിയൊരു ഫീ ആവുന്ന കുറഞ്ഞാണ്. അപ്പോൾ ഗൈസ് എക്സൈറ്റ് ആയിട്ടുണ്ട് സംഭവം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വല്ല വാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ റിസ്ക്കുകൾ മനസ്സിലാക്കുക. റിസ്ക് മീൻസ് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ട് അത് ബേണായി പോകണ്ട. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് നോക്കുക. എൻ്റെ വേറെ വല്ല വാലറ്റ് ഉണ്ടോ എന്നൊക്കെ സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പഴയ വല്ല വാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. പലർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.